എൻ്റെ പേര് കെ സുരേഷ് കുമാർ. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടും പ്രവർത്തിച്ച പെൻഷനായി ഇപ്പോഴും പാഠപുസ്തക സമിതി അംഗമായി തുടരുന്നു. NVKSS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്കാഡമിക് അഡ്വൈസറായും പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വലുതാകുമ്പോൾ പാടുപെട്ട് ജീവിക്കണോ സുഖിച്ച് ജീവിക്കണോ? സുഖിച്ച് ജീവിക്കണം അല്ലേ? അതിനെന്ത് വേണം? ഉയർന്ന ശമ്പളം വേണം. അതിനെന്ത് വേണം? ഉയർന്ന ജോലി വേണം. അതിനെന്ത് വേണം? ഇപ്പം നല്ല പഠിത്തം വേണം. നല്ലവണ്ണം പഠിക്കാൻ 2 ആയുധങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്. ഏതൊക്കെയെന്നറിയാമോ? 2 ആയുധങ്ങൾ എപ്പോഴും വേണം: പുസ്തകവും പേനയും. ഈ 2 ആയുധങ്ങളാണ് നിങ്ങളെ മിടുക്കരാക്കുന്നത്. അത് പരമാവധി നന്നായിട്ട് ഉപയോഗിക്കും. പുസ്തകങ്ങളും പേനയില്ലാതെ ഉഴപ്പി നടന്നാൽ 25 വയസ്സിന് ശേഷമുള്ള എല്ലാ കഷ്ടകാലവും നിങ്ങൾക്ക് വരും. 25 വയസ്സ് വരെ പാടുപെട്ടാൽ പിന്നെ സുഖജീവിതം നയിക്കും. പഠിക്കുമ്പോൾ നിങ്ങൾ പുസ്തകവും പേനയും ഉപയോഗിക്കും. ഞാൻ ഈ പേന കാണിച്ചു. എന്ത് തരം പേന? ബാൾ പേന. ഇതല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? പക്ഷെ ഇതാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഒന്ന് ചിന്തിക്കൂ. നമുക്ക് ബാൾ പേനയും ഫൗണ്ടൻ പേനയും ഒന്ന് താരതമ്യം ചെയ്യാം. എന്ത് വിലക്കുറവാണല്ലേ ഒരു ബാൾ പേന! ഒരു നല്ല ബാൾ പേന 10 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഉപയോഗിച്ച് തീരുമ്പോൾ ഈ പേന നമ്മൾ വലിച്ചെറിയണം. പ്ലാസ്റ്റിക് ആണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഭയങ്കര വലുതായ ഭൂമിയിൽ ഈ ഒരു കൊച്ചു പേന ചെന്ന് വീണാൽ എന്താവാനാ? കടലിൽ കായം കലക്കുക എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ? കടലിൽ കൊണ്ടൊരു കഷ്ണം കായം കലക്കിയാൽ കടലിലെ വെള്ളത്തിൻ്റെ രുചി മാറുമോ? അതുപോലെ ഇത്രയും വലിയ ഭൂമിയിൽ ഒരു പേന ഞാൻ വലിച്ചെറിഞ്ഞു. കുഴപ്പമൊന്നും വരാനില്ലെന്ന്. അങ്ങ് എറിഞ്ഞോളൂ. എറിയേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ കണക്കുകളിലോട്ട് നമുക്ക് നോക്കാം. നല്ല പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസം ഒരു 10ഓളം പേന ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ 10ലൊന്നും പോകുന്നില്ല, 5 പേനയെ കൊടുക്കും. ഇതുപോലത്തെ ഒരു 5 പേന വേണ്ടി വരാത്ത കുട്ടികളുണ്ടാവില്ല. നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 5 പേന ഉപയോഗിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി ഒരു മാസം 5 പേന വലിച്ചെറിയുന്നു. വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം വ്യത്യസ്തമാണ്. 10,000 കുട്ടികളുള്ള സ്കൂളുണ്ട്, 5,000 കുട്ടികളുള്ള സ്കൂളുണ്ട്, 2,000, 1,000, 500 ഒക്കെ ഉണ്ട്. ഞാൻ ശരാശരി ഒരു 1000ത്തിന് കണക്ക്. 2000, 3000 പോകുന്നില്ല. ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഈ 1000 കുട്ടികൾ, അതായത് ഒരു സ്കൂളിൽ നിന്നും കുട്ടികൾ വലിച്ചെറിയുന്ന 5 ഗുണം 1000, 5000 പേന ഒരു മാസം വലിച്ചെറിയും. ഒരു വർഷം 12 മാസമാണ്. ഒരു മാസം 5000 പേന വെച്ച് 12 മാസമുണ്ട്. പക്ഷെ 2 മാസം അവധി, ഏപ്രിൽ മെയ്. അതുകൊണ്ട് ആ 2 മാസം അപ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിത്തമൊക്കെ ഉണ്ടാവും. ഞാനത് പരിഗണിക്കുന്നില്ല. 10 മാസമായിട്ട് പരിഗണിക്കാം. അപ്പോൾ ഒരു വർഷം 5000 ഗുണം 10 എന്ന് പറയുമ്പോൾ 50,000 പേന, അഥവാ 500,000 പേന. ഇത് ഒരു സ്കൂളിൻ്റെ കണക്കാണ്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രം 150-ൽ കൂടുതൽ സ്കൂളുകളുണ്ട്. ഞാനത് 100 എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വിദ്യാഭ്യാസ ജില്ല ഒരു സ്കൂളിൽ 500,000 വെച്ച് ഞാനൊരു വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളിൻ്റെ എണ്ണം 100 നടത്താൻ, എല്ലായിടത്തും 100 കൂടുതലുണ്ട്. 100 നടത്താൽ 100 ഗുണം 500,000 50 ലക്ഷം.
50 ലക്ഷം പേനയായി ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന്. 50 ലക്ഷം എന്ന് പറയുമ്പോൾ അത് 1/2 കോടിയാണ്. ഇത് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്കുകൾ മാത്രമാണ്. അങ്ങനെ 42 വിദ്യാഭ്യാസ ജില്ലയുണ്ട് കേരളത്തിൽ. ഞാനത് തൽക്കാലം 40 എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കണക്കൂട്ടാനായിട്ട്. അപ്പൊ 40 വിദ്യാഭ്യാസ ജില്ല. അര ഗുണം 40 20 കോടി. അതായത് കേരളം എന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു വർഷം വീഴുന്നത് 20 കോടി പ്ലാസ്റ്റിക് പേനയാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനമുണ്ട്. അപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് എറിയപ്പെടുന്ന പേന 20 കോടി ഗുണം 29 580 കോടി. 580 കോടി പേന സ്റ്റേറ്റ് സിലബസിലെ പിള്ളേർ വലിച്ചെറിഞ്ഞു. ഇനി CBSE പിള്ളേർ ഒരു 580 കോടി. തൽക്കാലം ഞാൻ 500 എന്ന് ചുരുക്കാം. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ 500 ആക്കുന്നു. സ്റ്റേറ്റ് 500 കോടി, CBSE 500 കോടി, ICSE 500 കോടി. ഉദ്യോഗസ്ഥരെല്ലാം കൂടി ബാങ്കില്, ഗവൺമെന്റ് ഓഫീസുകളിൽ, മറ്റ് വില്ലേജ് ഓഫീസുകളിലും തുടങ്ങി പല പല ഓഫീസുകളിലായിട്ട് അവരെല്ലാം കൂടി 1000 കോടി. നോക്കൂ, 2500 കോടി റീഫില്ലുകളാണ് ഇന്ത്യയിൽ മാത്രം ഒരു വർഷം വലിച്ചെറിയപ്പെടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഒരു കുഞ്ഞു പേന വലിച്ചെറിഞ്ഞാൽ ഇത്രയും വലിയ ഭൂമിയിൽ കടലിൽ കയം കലക്കിയവരിലായുള്ളൂ. എറിഞ്ഞൂടെ? ചിന്തിക്കൂ, വലിച്ചെറിയണോ 2500 കോടി പ്ലാസ്റ്റിക് പേന നമ്മുടെ ഭൂമിയിൽ? നാളെയും നമുക്ക് വേണ്ടുന്ന ഭൂമിയെ മലിനമാക്കണോ? ഉപേക്ഷിക്കൂ ബോൾ പേന, മാറൂ ഫൗണ്ടൻ പേനയിലേക്ക്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കറിയാം. ഒരു ബോൾ പേന 10 രൂപയല്ലേ ഉള്ളൂ. ഒരു മഷി നിറയ്ക്കുന്ന പേന വില കൂടുതലല്ലേ, ചെലവ് കൂടുതലല്ലേ? ആലോചിക്കൂ. ഞാൻ ഒരു കുട്ടി ഒരു മാസം 5 പേന ഉപയോഗിക്കുന്ന കണക്കാ പറഞ്ഞു. ഒരു മാസം 5 പേനയെങ്കിൽ ഒരു മാസം ചെലവാക്കുന്നത് 50 രൂപ. 12 മാസം ചെലവാക്കുന്നത് 12 ഗുണം 50 600 രൂപ ഒരു വർഷം. 10 വർഷത്തേക്ക് 6000 രൂപ. ഇത് 10 വർഷം, ഇത് ഒരു വർഷം. ഒരു നല്ല ഫൗണ്ടൻ പേന വില കുറവല്ല, വില കൂടുതൽ തന്നെയാണ്, സമ്മതിക്കുന്നു. ഒരു നല്ല ഫൗണ്ടൻ പേന മഷി നിങ്ങൾ നിറയ്ക്കുന്ന പേനയ്ക്ക് 300 രൂപയാവും വില. ഇത് 10 രൂപയുള്ള ബോൾ പേന. അതിന് വേണ്ടി വരും ഒരു 300 രൂപ. നല്ല പേന കിട്ടും, വളരെ നല്ല പേന. 100 രൂപയ്ക്കൊക്കെ പേന കിട്ടും. ബട്ട് വളരെ നല്ല പേനയ്ക്ക് ഒരു 300 രൂപ കൊടുക്കും. 250 മുതൽ 300. ഞാൻ 300 എന്നെടുക്കും. പക്ഷെ മാസം തോറും മഷി വാങ്ങണം. ഒരു മാസം 30 രൂപയുടെ മഷി വേണ്ടി വരും. അപ്പൊ ഒരു വർഷം 12 ഗുണം 30 360 രൂപയുടെ മഷി വേണം. 10 വർഷത്തേക്ക് 360 ഗുണം 3 3600 രൂപയുടെ മഷി വേണം. പക്ഷെ പേന 1 മതി, 10 അല്ല. നല്ല മഷി പേന 20 25 കൊല്ലം നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരു 25 വർഷം പഴകുന്തോറും ഉപയോഗിക്കാൻ സുഖമാവുന്ന ഒന്നാണ് ഫൗണ്ടൻ പേന. അപ്പൊ അതിന് 300 രൂപ. നിങ്ങളുടെ ചെലവ് 3900 രൂപ. ബോൾ പേനയ്ക്ക് നിങ്ങൾ ചെലവാക്കിയത് 6000 രൂപ. മഷിപ്പേനയ്ക്ക് 10 വർഷം കൊണ്ട് ചെലവാക്കിയത് 3900 രൂപ. നോക്കൂ, 2100 രൂപ ലാഭിച്ചു. പക്ഷെ 10 വർഷം കൊണ്ട് ഒരു കുട്ടി ഒരു പ്ലാസ്റ്റിക് പേനയെ വലിച്ചെറിയുന്നുള്ളൂ ഭൂമിയിൽ. മറ്റേത് 10 വർഷം കൊണ്ട് ഒരു കുട്ടി ഒരു മാസം 5 പേന വെച്ചാണെങ്കിൽ തന്നെ 60 എന്നുള്ള ഞാൻ 50 എടുത്തു. 50 ഗുണം 10 500 പേന 10 വർഷം കൊണ്ട് വലിച്ചെറിഞ്ഞ ഒരു കുട്ടി ഒരു പേന മാത്രം ഭൂമിയിൽ വലിച്ചെറിയുന്നു, 2100 രൂപ ലാഭിക്കുന്നു.
ആലോചിക്കൂ, ബോൾ പേനയുടെ കുട്ടി 500-ൽ പരം പേന 10 വർഷം കൊണ്ട് വലിച്ചെറിഞ്ഞ് ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ഫൗണ്ടൻ പേന കുട്ടി 20-ഓ 25-ഓ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു പേന വലിച്ചെറിയുന്നു. 2100-ലധികം രൂപ ലാഭിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബോൾ പേന ഉപയോഗിക്കുന്നതോറും നിങ്ങളുടെ അക്ഷരം മോശമായി കൊണ്ടിരിക്കും. ഫൗണ്ടൻ പേന ഉപയോഗിക്കുന്നതോറും അക്ഷരം കൂടുതൽ നന്നാവും. അപ്പൊ നിങ്ങളുടെ എഴുത്ത് നന്നായാലല്ലേ പരീക്ഷ പേപ്പർ വായിക്കുന്ന അധ്യാപകർക്ക് നന്നായി വായിച്ച് മാർക്കിടാൻ പറ്റും. അപ്പൊ നല്ല കൈയക്ഷരം വേണ്ടേ? അതിനും നിങ്ങൾക്ക് വേണ്ട മാർഗം ഫൗണ്ടൻ പേന. ആലോചിക്കൂ, മലിനമാക്കണോ ഭൂമിയെ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി ഇവിടെ ജീവിതം സാധ്യമോ എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർക്ക് ജീവിക്കണ്ടേ? വലിച്ചെറിയൂ ബോൾ പേനകൾ, ഉപേക്ഷിക്കൂ എന്നേക്കും. മാറൂ ഫൗണ്ടൻ പേനയിലേക്ക്. ഭൂമിയെ സംരക്ഷിക്കൂ, നിങ്ങളുടെ കാശ് ലാഭിക്കൂ, നിങ്ങളുടെ കൈയക്ഷരവും നന്നാക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കണക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഫൗണ്ടൻ പേനയ്ക്ക് ഒരു വലിയ പോരായ്മയുണ്ട്. അറിയണ്ടേ? അതുകൂടി അതിലോട്ട് മാറുന്നതിന് മുമ്പ്, യെസ്, ഫൗണ്ടൻ പേന ഒരാളെ ഉപയോഗിക്കാവൂ. ഒരാൾ ഉപയോഗിച്ചിട്ട് തിരിച്ച് ഞാൻ വാങ്ങിച്ചു, വേറൊരാൾ ഉപയോഗിച്ചിട്ട് ഞാൻ തിരിച്ചു വാങ്ങിച്ച് ഉപയോഗിച്ചാൽ എനിക്ക് പഴയതുപോലെ സ്മൂത്തായിട്ട് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാൾക്ക് കടം കൊടുക്കാനോ ഒരാളെന്ന് കടം വാങ്ങിച്ച് എഴുതാനോ സാധിക്കില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല ഫൗണ്ടൻ പേനയ്ക്ക്. ആ ഒരു ചെറിയ പരിമിതിയുണ്ട്. ബാക്കിയെല്ലാം ഗുണകരമാണ്. അതുകൊണ്ട് ചിന്തിക്കൂ, ഫൗണ്ടൻ പേന വേണോ ബോൾ പേന വേണോ?